പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും ക്രിസ്മസ് ആശംസകൾ. ശാന്തരാത്രി തിരുരാത്രി തുടരുന്നു. ഇനി ഡൽഹിയിലേക്കാണ് അച്യുതൻ നമുക്കൊപ്പം ചേരുന്നു. ഡൽഹിയിലെ ഗോൾഡ ഖാന ചർച്ചയിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്ന അച്യുതൻ. ഈ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ അച്യുതൻ, ആദ്യം ആ ചർച്ചിൻ്റെ പ്രത്യേകതയൊക്കെ പറയൂ. ഡൽഹിയിലെ ഗോൾഡഖാന ചർച്ചാണ്, അതായത് സേക്രഡ് ഹാർട്ട് ചർച്ച്, നമ്മൾ കത്തീഡ്രൽ ചർച്ച് നമ്മൾ പറയും. ഒരു പ്രശസ്തമായിട്ടുള്ള തന്നെ ഡൽഹിയിലെ ഏറ്റവും വലിയ ആഘോഷം നടക്കുന്ന ഒരിടം കൂടിയാണ് ഈ പള്ളി എന്നുള്ളത്. ഇവിടെ CBCയുടെ ആസ്ഥാനം ഇടതുവശത്തായിട്ട് CBCയുടെ ആസ്ഥാനമാണ്. അതാണ് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരു വലിയ പുൽക്കൂട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അലങ്കാര ദീപങ്ങളെല്ലാം കൊണ്ട് തന്നെ വളരെ വർണ്ണാഭമായ രീതിയിലാണ് ഈ ക്രിസ്മസ് രാവ് അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെ നടത്തിയിരിക്കുന്നത്. പൊതുവെ വിശിഷ്ട വ്യക്തികൾ, പ്രമുഖരായിട്ടുള്ളവരെല്ലാം തന്നെ സന്ദർശനം നടത്തുന്ന ഒരിടമാണ്. എന്നെ ഞെട്ടിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ ചുറ്റും മലയാളികളാണ്. അപ്പോൾ ഒരു നിമിഷം ഞാൻ നാട്ടിലാണോ എന്ന് കരുതി പോയതാണ്ട്. നമുക്കിപ്പോൾ ഇപ്പം ഇവിടുത്തെ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് മലയാളികളാണ്. അവരോട് തന്നെ അവർ തന്നെ പറയട്ടെ ക്രിസ്മസ് എങ്ങനെയുണ്ടെന്ന്. ഈ ഡൽഹിയിലെ ക്രിസ്മസ് എങ്ങനെയാണ്? നാട്ടിലെ പോലെയാണോ അല്ലെങ്കിൽ? അല്ല, നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. നാട്ടിലെ പോലെ നമ്മൾ ഒട്ടും പറയാൻ പറ്റത്തില്ല. നല്ല അന്തരമാണ്. പക്ഷേങ്കിൽ ഇവിടത്തെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ വെച്ചിട്ട് കുറച്ചൊരു ഭേദമുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കിന്. നാട്ടിലെ ക്രിസ്മസ് ആണോ ഡൽഹിയിലെ ക്രിസ്മസ് ആണോ മനോഹരമായി? നാട്ടിലത്തെ. അതെ, തീർച്ചയായും മിസ് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും. ആഘോഷങ്ങൾ എങ്ങനെയാണ്? വീടുകൾ കേന്ദ്രീകരിച്ചാണോ അല്ലെങ്കിൽ? ഞങ്ങള് കസിൻസിന്റെ ഇവിടെ ഫാമിലി അങ്ങനെ എല്ലാരുമായിട്ടൊന്ന് കൂടും. അല്ല, എവിടെയെങ്കിലൊക്കെ പോവുക, വെളിയിലോട്ടിറങ്ങുക, അതൊക്കെ തന്നെ. വേറെയുണ്ട് ഒരുപാട് വിശേഷങ്ങൾ. അവിടെ ഒരു കൊച്ചു സാന്റയുണ്ട്. അതായത് ഞാൻ കുറച്ച് നേരമേ നമ്മളിങ്ങനെ ലൈവ് തുടങ്ങുന്നതിന് മുമ്പൊക്കെ ശ്രദ്ധിച്ചൊരു കേസാണ്. അവിടെ ഒരു കൊച്ചു സാന്റയെ ഞാൻ പരിചയപ്പെടുത്താം. കുറെ നേരമേ ഇവിടെ ഉണ്ട് ആള്. ഒരു ഹാപ്പി ക്രിസ്മസ് പറയാമോ? ഒരു ഹാപ്പി ക്രിസ്മസ് പറയാമോ? ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ്. എങ്ങനെയുണ്ട് നാട്ടിലെ ക്രിസ്മസിനേക്കാൾ അടിപൊളിയാണോ ഡൽഹിയിലെ ക്രിസ്മസ്? അതെ, ഇവിടെയും നാട്ടിൽ അതേപോലെ തന്നെ നല്ല ക്രിസ്മസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. ഇനിയുള്ള ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ്? അടിപൊളി ആഘോഷങ്ങൾ തന്നെയാണ്. നാട്ടിലെക്കാട്ടിലൊക്കെ അടിപൊളി ആഘോഷങ്ങൾ തന്നെ ഡൽഹിയിലും വരുന്നത്. അറിയാം, സൂപ്പറായിട്ട് പോകുന്നു. മറ്റൊന്ന്, കഴിഞ്ഞ രണ്ട് ക്രിസ്മസുകളിലായിട്ട് BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ സന്ദർശനം നടത്തുന്ന ഒരിടമാണ്. നാളെയും അദ്ദേഹം ഇവിടേക്ക് എത്തും എന്നുള്ള ചില വിവരങ്ങൾ കൂടിയുണ്ട്. എൻ്റെ പിന്നിലായി കാണുന്നത് അവിടെ ഒരു വലിയ ക്രിസ്മസ് ട്രീ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഡൽഹിയെ സംബന്ധിച്ച് ഏറെ മലയാളികൾ എത്തുന്ന ഒരിടം കൂടിയാണ് ഈ ഗോൾഡഖാന ചർച്ച് എന്ന് പറയുന്നത്. വലിയ ആഘോഷം നടക്കുന്ന ഒരിടമാണ്. പൊതുവെ ഡൽഹിയിലെ ആഘോഷങ്ങൾക്ക് ചെറിയ നിയന്ത്രണങ്ങളൊക്കെ ഉള്ള ഒരിടമാണ്. എന്നിരുന്നാലും ഈ ചർച്ചിനകത്തേക്ക് വരുമ്പോൾ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ്. ഇനിയുള്ളത് പാതിര കുർബാനയാണ്. അത് കുറച്ച് സമയം കഴിയുമ്പോൾ അതും ആരംഭിക്കും. അച്യുതൻ, അവിടെ തണുപ്പ് എങ്ങനെയുണ്ട്? അച്യുതൻ നിൽക്കുന്ന സ്ഥലത്ത് അല്ലേ? നല്ല കാര്യം. അച്യുതന്റെ മുഖത്ത് തണുപ്പ് അത്ര ഫീൽ ചെയ്യുന്നില്ല. തണുപ്പ് ആയി വരുന്നതേ ഉള്ളൂ ഡൽഹിയിൽ. അല്ല, ഡൽഹി ഇപ്പൊ തണുക്കണല്ലോ. അവിടെയാണ് പ്രധാനമന്ത്രി നാളെ എത്തുന്ന ചർച്ച. ഇതല്ലേ നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പുണ്ടല്ലേ? ഓക്കെ. അല്ല, നല്ല തണുപ്പുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കാര്യമായിട്ടുള്ള തണുപ്പുണ്ട്. ഓക്കെ. അപ്പൊ താങ്ക് യു അച്യുതൻ. കുറച്ചുകൂടെ തണുപ്പ് എൻജോയ് ചെയ്യൂ അല്ലേ? നമുക്ക് അതൊക്കെ അല്ലേ പറയാൻ പറ്റും. നമുക്ക് അങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.